ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കിടിലൻ ട്രിക്കാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ രണ്ടാമതൊരു വാട്സപ്പ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു വാട്സപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേറൊരു അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു വാട്സപ്പ് കൂടി നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വാട്സപ്പ്, അതായത് രണ്ടാമത് ഓപ്പൺ ചെയ്യുന്ന വാട്സപ്പ് അക്കൗണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വയ്ക്കുവാനും സാധിക്കും. അതായത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കുവാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ പേഴ്സണലായിട്ടും മറ്റുമൊക്കെ ഒരു സീക്രട്ടായിട്ടും മറ്റും ഒരു വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹൈഡ് വാട്സപ്പ് ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം ലഭ്യമാവുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോട്ടിഫിക്കേഷൻ, കവർ, സെറ്റിംഗ്സ്, ടാസ്ക് മാനേജർ തുടങ്ങി കുറച്ച് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷനിൽ വാട്സപ്പ് എന്ന് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വാട്സപ്പ് ലോഡായി തുടങ്ങും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് വാട്സപ്പ് ലോഡായി വരുന്നതിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യുവാനാണ് ചോദിക്കുന്നത്. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് വാട്സപ്പ് അക്കൗണ്ട് എനിക്ക് ഈ മൊബൈലിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു വാട്സപ്പ് അക്കൗണ്ട് കൂടി ഈ ഒരു മൊബൈലിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ഇതുവഴി എനിക്കൊരു വാട്സപ്പ് അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ രണ്ടാമതൊരു വാട്സപ്പ് അക്കൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്തൂടെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ രണ്ടാമത് ഉപയോഗിച്ച ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈലിൽ ഹൈഡ് ചെയ്ത് വയ്ക്കാം, അതായത് ഒളിപ്പിച്ച് വയ്ക്കാം എന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ്, അതായത് രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വാട്സപ്പ് വഴിയുള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ സ്വകാര്യമായിട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന നമ്പർ ആണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം, ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ കാണാതെ നിങ്ങളുടെ ഫോണിൽ ഹൈഡ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കവർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കവർ സെറ്റിംഗ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓഫ് ആയിരിക്കും. അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കാൽക്കുലേറ്റർ പോലുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. ഞാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാൻ 1234 എന്ന പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം താഴെ ഒരു ഈസിക്കൽ ടു എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടി ആ പാസ്വേഡ് അടിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഒന്നുകൂടി 1234 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈസിക്കൽ ടു കൊടുക്കുന്നു, അതായത് മൈനസ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് കൊടുക്കാൻ പറയും. അതായത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഡൺ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട്, അതായത് നിങ്ങൾ രണ്ടാമതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ അടിച്ച പാസ്വേഡ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ വാട്സപ്പ് ഹൈഡ് എന്നാണ് അതിൻ്റെ പേരായിരുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതിന് കാണുക. അതായത് നമുക്ക് നേരത്തെ വന്ന വാട്സപ്പ് ഹൈഡ് എന്നൊരു ഓപ്ഷൻ മാറിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷനിലേക്ക് വന്നിരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ വരികയില്ല. ചിലപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയും ചെയ്യുകയില്ല. അങ്ങനെ വല്ല എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ആ ആപ്ലിക്കേഷൻ മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ആ കാൽക്കുലേറ്റർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡാണ് അതിൽ അടിക്കേണ്ടത്. ആ പാസ്വേഡ് അടിച്ച് ഈസിക്കൽ ടു കൊടുത്താൽ നിങ്ങൾക്ക് ആ വാട്സപ്പ്
നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വാട്സപ്പ് ഇതുവഴി ഓപ്പൺ ചെയ്യുവാനും സാധിക്കും. നല്ലൊരു കിടിലൻ ട്രിക്കാണിത്. നമുക്ക് സീക്രട്ടായിട്ട് മറ്റും ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റാരും കാണാതെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇതുവഴി ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് പ്ലസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പ്രോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരും. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാവുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളുമായി ഞാൻ വരും. ഇപ്പോൾ ബൈ.